ഷോക്കെ ജോണി, ഈ കാട്ടിൽ വെള്ളമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഒരു അർദ്ധഹരിത വനത്തിൽ ലേക്ക് കൂടുതൽ കാട്ടാനകൾ കർണാടക മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളത്, അതിൻ്റെ പ്രഷർ നമ്മുടെ നമ്മുടെ ഭാഗത്തുള്ള കാട്ടാനകൾ അനുഭവിക്കുന്നത്, പിന്നീട് അത് നാട്ടിലെത്തുന്നത്. ഇപ്പോൾ സോന ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്കിടയിൽ 2 പേരാണ് ഇന്നിപ്പോൾ വയനാടിൻ്റെ ആ, പ്രതികരണം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ നിലനിൽപ്പാണ്. 2 കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി തരണം. 2, വന്യമൃഗങ്ങളുടെ ആക്രമണം ഏൽക്കുന്നവർക്ക് ചികിത്സിക്കാനുള്ള മതിയായ സൗകര്യം. ന്യായമായ, വളരെ ന്യായമായ ആവശ്യം. ആ പ്രതികരണമാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും മുൻപിൽ നിൽക്കുന്നതായി കണ്ടിട്ടില്ല. പക്ഷേ ആളുകൾ മുഴുവൻ ഇറങ്ങുന്നു എന്നുള്ള ഒരവസ്ഥയാണ്. ഒരു നാടിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെയല്ലേ ഓക്കെ ജോണി താങ്കൾ അടങ്ങുന്നവർ പറയുന്നത്? അതെ നികേഷ്. ആദ്യം ഞാൻ സോന എന്ന പാവം കുട്ടി പറഞ്ഞ കാര്യം എത്ര ഗൗരവകരമായ കാര്യമാണ്. ഇത്ര വർഷമായിട്ടും അപകടമുണ്ടായാൽ ചികിത്സിക്കാൻ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ച ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത്. എത്രയോ വർഷങ്ങളായി ഈ മെഡിക്കൽ കോളേജിനെ സജ്ജീകരണങ്ങളുള്ള ഒരു സമ്പൂർണ്ണ മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയരുന്നു. അതിപ്പോഴും നടന്നിട്ടില്ല. ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഒരു ശരിയായ മെഡിക്കൽ കോളേജ് ആയിരുന്നെങ്കിൽ, വെറും ബോർഡ് മാത്രമുള്ള ഒരു സ്ഥാപനമല്ലായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതൊരു കാര്യം. ഒന്ന്, ഈ ചികിത്സാ സൗകര്യമില്ല. വയനാടിൻ്റെ പൊതുവായ കാര്യങ്ങളാണ് ആ കുട്ടി വളരെ ശക്തമായി പറഞ്ഞത്. വന്യമൃഗശല്യം ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വയനാടൻ ഗ്രാമപ്രാന്തങ്ങളിൽ കാട്ടാനകളും കാട്ടുപോത്തും കടുവയും എല്ലാം ഗ്രാമങ്ങളുടെ പരിസരങ്ങളിൽ ഗ്രാമങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഒരു പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ കൊന്നതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കടുവ ഇറങ്ങി, ആനകൾ ഇറങ്ങുന്നു, കാട്ടുപോത്തുകൾ, മലയെണ്ണാൻ, എല്ലാ മൃഗങ്ങളും. എൻ്റെ അനുഭവത്തിൽ, ഞാൻ വയനാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ കൂട്ടത്തോടെ ഒരു യുദ്ധ ഭൂമിയിലെന്ന പോലെ മൃഗങ്ങൾ നാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന സംഭവം ഒരു പക്ഷേ ഇതാണ്. ഒറ്റപ്പെട്ട സംഗതികൾ ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, ഉന്മാദികളായ ആനകളും നരഭോജികളായ കടുവകളും ഒക്കെ വല്ലപ്പോഴും വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഗ്രാമങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. മൃഗങ്ങൾ കാട്ടിൽ നിന്ന്, ഉൾക്കാടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, വയനാട്, നാഗർഹോളെ, മുതുമല, ബന്ദിപ്പൂര് തുടങ്ങിയിട്ടുള്ള ഇതൊരു തുടർച്ചയാണ്. ഇത് വേറിട്ട സംസ്ഥാന മതിൽ കെട്ടി വേർതിരിച്ച കാടുകളല്ല. ഇതൊരൊറ്റ കാടിൻ്റെ തുടർച്ചയാണ്. ഇതെല്ലാം ഒറ്റ കാടാണിത്. നമ്മൾ സംസ്ഥാന വിഭജനത്തോടെ ഇതിന് കേരളത്തിൻ്റെ കാട്, വയനാട്, തമിഴ്നാടിൻ്റെ കാട് എന്നൊക്കെ പറയേണ്ടതിൽ ഒറ്റ കാടാണ്. ഈ മൊത്തം വനമേഖലയിൽ, ഈ നാഷണൽ റിസർവ് ഫോറസ്റ്റിൽ എല്ലാ മൃഗങ്ങളുടെയും വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. കാരണം 1970കളിൽ വനനിയമങ്ങൾ കർശനമാക്കിയതോടുകൂടി ആനവേട്ട ഇല്ലാതായി, എല്ലാ തരത്തിലുമുള്ള മൃഗഹിംസ ഇല്ലാതായിട്ടുണ്ട്. നല്ല കാര്യമാണത്. ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, വംശനാശം നേരിടുന്ന കടുവയെ പോലെയുള്ള ആനകളെ, ഏഷ്യൻ ആനകളുടെ ഏറ്റവും വലിയ സങ്കേതങ്ങളിലൊന്നായിട്ടുള്ള കാട് കൂടിയാണിത്. അപ്പോൾ അവ അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സംരക്ഷണ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവ പെറ്റുപെരുകുന്നു എന്നുള്ളത്. പക്ഷേ ഈ കാടിൻ്റെ അവസ്ഥ എന്താണ്? ഈ കാടിന് താങ്ങാവുന്നതിലേറെ എല്ലാ ജനുസിലും പെട്ട മൃഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എത്രയോ വർഷങ്ങളായി ഈ കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യാണ്. പക്ഷേ പറയുന്നുണ്ട്. അതിലെന്താണ് പരിഹാരം എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഈ വന്യമൃഗങ്ങളെ, അതും ഇപ്പോൾ നമ്മൾ ആദ്യം കടുവയെക്കുറിച്ച് സംസാരിച്ചു, പിന്നീട് ഇതാ ഇപ്പോൾ കാട്ടാനയെക്കുറിച്ച് സംസാരിക്കുന്നു, കാട്ടുപോത്തുകളെ കുറിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക ഓക്കെ ജോണി? ചെയ്യാൻ കഴിയുക
പിന്നെ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമോ കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രമോ ഉത്തരവാദിത്തമല്ല. അത് രാജ്യത്തിൻ്റെയും ലോകത്തിലെ മുഴുവൻ മാനവരാശിയുടെയും ആവശ്യമാണ്. ഇത്തരം അപൂർവങ്ങളായിട്ടുള്ള ജന്തുജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ WWF പോലെ, വേൾഡ് വൈഡ് ഫണ്ട് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേൽനോട്ടത്തിലാണല്ലോ ഇവയെല്ലാം. അവയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ വനത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കടുവയ്ക്ക് ഉള്ള ആവാസ ഭൂമി അത്രയും ഇല്ലാത്തൊരു ദിക്കിൽ നിന്ന് അധികമുള്ള കടുവകളെ മറ്റ് സങ്കേതങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ആവശ്യം എത്രയോ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആനകളുടെ കാര്യവും അതെ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ പെരുപ്പത്തെ കാണാതെ കാട് വിട്ട് ഇറങ്ങാൻ നിർബന്ധിതരാകുന്ന പല കാരണങ്ങളുണ്ട്. നികേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ വെള്ളമില്ലായ്മയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരളാതിർത്തിയിലുള്ള വയനാടൻ വനമേഖല മാത്രമാണ് നികേഷ് പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും പച്ചപ്പുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഈ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിലുള്ള കാടുകൾ മുഴുവൻ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പച്ചപ്പില്ലാതാകുന്നു, കുടിവെള്ളമില്ലാതാകുന്നു. അപ്പോൾ സ്വാഭാവികമായും മൃഗങ്ങൾ പച്ചപ്പുള്ള ദിക്കുകളിലേക്ക്, വെള്ളമുള്ള ദിക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വയനാട് നീലഗിരി പ്രദേശങ്ങളിലാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഏറ്റവും അധികം ആൾനാശം ഉണ്ടായിട്ടുള്ളത്. മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകി അവർ മരിക്കുമ്പോൾ മാത്രം കുറേ ആളുകൾ എത്തുന്നു, പ്രസ്താവനകൾ ഉണ്ടാകുന്നു എന്ന് വ്യക്തമാണ്. വെച്ചാൽ ഞാൻ മടങ്ങിയെത്താം ഈ റിയാലിറ്റി